അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും ചെയ്യാത്ത സർക്കാരെന്നും ആ, ആ, ഈ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം അതെന്താണ് എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുക. അപ്പോൾ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങളല്ലല്ലോ ഉണ്ടാവുക എന്ന രൂപത്തിലും പ്രതികരിക്കുന്നു. അപ്പുറത്ത് ആ, എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അവിടെ സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാരൊക്കെ അവിടെ വരുന്നത് സ്വരാജിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രൂപത്തിൽ തന്നെ സ്വരാജിന് വേണ്ടിയുള്ള ആ, ആ, സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ നിലമ്പൂരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ എല്ലായിടത്തും സ്വരാജിന് വേണ്ടിയുള്ള ആരുടെയും ശക്തനെ അങ്ങനെ കാണാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായി ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ അറിയാനാകുന്ന ഒരു വാർത്ത, മുഖ്യമന്ത്രിയുടെ PR ടീമിന് വലിയ ശമ്പള വർധന എന്നുള്ളതാണ്. ആ ശമ്പള വർധന മുൻകാല പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആശമാർ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി എത്തുന്നു. അവിടെ വോട്ട് ചെയ്യരുത് എന്നൊരു പ്രതികരണവുമായി എത്തുന്നു. വീടുകൾ കയറി ഇറങ്ങുന്നു. അപ്പോൾ ആശമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാർ, ആശമാർക്ക് കൊടുക്കാവുന്ന ചെറിയ വർധന പോലും ചെയ്തു കൊടുക്കാത്ത സർക്കാർ ഇതാ PR ടീമിന് ശമ്പളം കൂട്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിഷയം കൂടി അവർ അവിടെ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.